ചെയ്തിട്ട് ഒരുപാട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പറയുമ്പോൾ കൂടുതലാണ് കേട്ടോ. ഇന്നലെ വീഡിയോ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം ഇന്നലത്തെ അവസ്ഥ അങ്ങനെയായിരുന്നു. കാര്യം ഇന്നലെ വന്നപ്പോൾ തന്നെ നല്ല ഒരുപാട് ലേറ്റ് ആയി. ഒരുപാട് കഷ്ടപ്പെട്ടു. സീസൺ ടൈം ആയതുകൊണ്ട് ഇതിനൊക്കെ നല്ല റേറ്റും കാര്യങ്ങളൊക്കെയാണ്. നല്ല റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല റേറ്റാണ് ഇവിടെ വിചാരിക്കുന്നത്. 2 ദിവസത്തിന് തന്നെ 10,000 രൂപ. പക്ഷെ എന്നാലും കൊള്ളാം കേട്ടോ. റൂം എടുത്തത് ഞാൻ ഹോട്ടൽ കാണിച്ചു തരാം. അടിപൊളി ഹോട്ടൽ. രാവിലെ ഫുഡ് വരുന്നു, നൈറ്റ് ഡിന്നറുണ്ട്, ലഞ്ച്. വേറൊരു സംഭവം എന്ന് പറഞ്ഞു തരാം. ഹോട്ടലിനകത്ത് കയറുമ്പം ഒരു നെഗറ്റീവാന്ന് തോന്നിയത് നെഗറ്റീവ് അല്ല. ചിലർക്ക് ഒരുപാട് പേർക്ക് അവിടുത്തെ സ്മെല്ലൊന്നും ഇഷ്ടപ്പെടില്ല. ഈ പാതൊക്കെ വരില്ല. ആവശ്യമില്ല. ആ ഒരു സ്മെല്ലാണ് ഹോട്ടലിൽ. പിന്നെ ഹോട്ടലിരിക്കുന്ന സ്ഥലവും കുഴപ്പമില്ല. അതുകൊണ്ട് പിന്നെ ഓക്കെയാണ്. അവിടെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഈ കവലയിലൊരു ജംഗ്ഷൻ കേട്ടോ. ഈ ജംഗ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ വേറെ ജംഗ്ഷൻ ഇല്ല. പിന്നെ ഇത് ക്ലൈമറ്റ് വളരെ മോശമെന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല രാവിലെ നല്ല കോട മൂടി കിടന്നിട്ടുണ്ടെങ്കിലും പിന്നെ ഇപ്പത്തേ നല്ല വെയിലടിക്കുന്നു. രാത്രി തണുപ്പുണ്ട്, പക്ഷേ ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല കൂർഗിൽ ഇപ്പൊ വന്നിട്ട്. ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ് കേട്ടോ. വച്ചാ ഇങ്ങ സ്റ്റോപ്പ് ഇട്ടോ. ഇങ്ങ தான் കപ്പിൾസ്. സൂരജ്, പ്രിയ, വ്ളോഗിന് தெரியாமே ടാറ്റാ തന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് ചേട്ടാ. ഇവിടെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് കണ്ടിട്ടാണ് നമ്മൾ ഇവിടെ നിർത്തിയത്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ട ഒരു കഫേയാണ് കേട്ടോ. ഇത് ഇന്നലെ വന്നപ്പോഴേക്ക് ഓപ്പൺ എന്നാണ് കിടന്നത്. പിന്നെ ഇവിടെ കയറിയിട്ടില്ല. കാര്യം ഞങ്ങൾക്ക് ഹോട്ടലിൽ തന്നെ നല്ല ഫുഡും കാര്യങ്ങളും കിട്ടുന്നതുകൊണ്ട് ഇവിടെ ഒന്നും കയറാൻ നിന്നിട്ടില്ല. അവിടെ തന്നെ ഫുഡ് മോശമല്ല, നല്ല ഫുഡാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഏറ്റവും അടിപൊളി എന്നുള്ളത് ഇവിടുത്തെ ചായ അല്ല കേട്ടോ, കോഫിയാണ്. ഇവിടെ കൂർഗിൽ വരുന്നവർ, ഫസ്റ്റ് ടൈം കൂർഗിലൊക്കെ വരുന്നവർ ഇവിടെ കോഫി ട്രൈ ചെയ്യണം. ചായ അല്ല, കോഫി. പോലെ മേഡം, ഞങ്ങളിവിടെ വന്നിട്ട് ഇന്ന് സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ ആയിട്ട് 2 ദിവസത്തെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം പ്രതീക്ഷിച്ചതിൻ്റെ അത്ര ഇല്ല. പിന്നെ റൂമും കാര്യങ്ങളും കിട്ടാനില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്രശ്നമായത്. പിന്നെ മാക്സിമം ഇതുപോലെ ട്രിപ്പ് വരുന്നവർ പ്ലാൻ ചെയ്തിട്ട് വരാൻ നോക്കുക. ഞങ്ങൾ ചെയ്തൊരു തെറ്റ് അതാണ്. ഒന്നും പ്ലാൻഡ് അല്ലായിരുന്നു. കാര്യം അവർക്ക് വർക്ക് ടൈം രാത്രി നൈറ്റ് ഷിഫ്റ്റ് തീർത്തിട്ടാണ് 2 മണിക്ക് വന്ന് 4 മണിയായപ്പോഴേക്കും ഫുൾ ബാഗ് പാക്ക് ചെയ്ത് 6 മണിയായപ്പോഴേക്കും ഇറങ്ങി. ഫ്രണ്ടിൽ വണ്ടി ഓട്ടിക്കുന്നവന്റെ സെയിം സീനൊക്കെയാണ്. ഇവിടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. കാര്യം ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല, ഒന്നും കഴിച്ചിട്ടില്ല. അതാണ് നല്ല ഫുഡ് ഹോട്ടലിൽ കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ റൂം എടുത്ത സ്ഥലത്ത് കിട്ടുന്നതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അടുത്ത കാര്യം എന്ന് പറയേണ്ടത് ഇവിടുത്തെ റോഡാണ്. റോഡ് രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ല. വലിയ തരക്കേട്ടില്ല. ഫുഡും കുടിയും കാര്യങ്ങളൊന്നുമില്ല. നൈസായിട്ട് ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നില്ല. നാളെ രാവിലെ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനൊരു അടിപൊളി ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് മൂടി കിടക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം. അല്ല പറയല്ലേ, ഇവിടുത്തെ റോഡൊക്കെ നൈസാണ്. പോലും നല്ല വരുന്നുണ്ട്. പക്ഷെ എന്നാലും കുറ്റം പറയുമ്പോൾ റോഡ് മോശമാണ്. പക്ഷെ ആ ഒരു ഇതൊന്നും ഇവിടെ എനിക്ക് ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെ വീക്കെൻഡുമായിട്ട് ഞാൻ അധികം ടൂറിസ്റ്റ് ഒന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ കൂർഗ് ജംഗ്ഷനിൽ തന്നെ ഒരു ഹോട്ടൽ ഫസ്റ്റ് കണ്ടായിരുന്നു. മലയാളീസിന്റെ ഹോട്ടൽ കൊള്ളാം, പക്ഷെ കുറച്ച് നെരുങ്ങിയതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ റേറ്റും കൂടുതലാണ്. പിന്നെ അത് വെച്ച് ഇത് രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് എത്രയോ കൊള്ളാം. വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഹോട്ടലിന്റെ താഴെ ഇറങ്ങി കുറച്ച് പുറത്തു വന്നാൽ മാത്രമേ ഈ വ്യൂ പോയിന്റും കാര്യങ്ങളും നമുക്ക് കാണാൻ. ഞങ്ങളൊരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് വെച്ചിരുന്നു. സെക്കൻഡ് ഓപ്ഷൻ പിന്നെ നമ്മള് ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പറ്റും. നമ്മൾ പോകുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഗ്ലാസ് ബ്രിഡ്ജ് ഇല്ലേ, കൂർഗിലുള്ള ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോവാണ്. രാവിലെ 7 മണിക്ക് തുറക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 5:15 എണീപ്പിച്ച് വിട്ടായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകാൻ വേണ്ടിട്ട്. എനിക്ക് 6 മണി വരും. പുറത്തത്തെ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ അവിടെ എത്തിയണ്ട. ഗൂഗിൾ മാപ്പിൽ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടാണ്, അതായത് ആ റിവ്യൂസ് നോക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. കറക്റ്റ് 7 മണിക്ക് എത്തി തുറക്കും പറഞ്ഞിട്ട് നോക്കുമ്പോ നൈസിലൊന്ന് ചമ്പിപ്പോയി. അവിടെ 7 മണിക്കല്ല, 8 മണിക്കാണ് തുറന്നത്. ഒരൊറ്റ മനുഷ്യനല്ല, പക്ഷെ പോയ സംഭവമില്ല. ഓരക്ഷരം ഫീലെന്ന് പറഞ്ഞാൽ അപാര ഫീലാണ് അവിടെ പോയ റൂട്ട്. ഇപ്പൊ ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഹോട്ടലിൽ നിന്ന് ഈ ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാണ് പോകുന്നത്. ഞങ്ങൾ വന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പം ഇവിടുന്ന് ഈ റൂട്ടാണ് വന്നത്. ഇവിടെ നിന്ന് നേരെ കയറി ഇതിനുള്ളിൽ കയറിയാണ് റൂമിലോട്ട് പോയത്. ഇനി താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോവാം. ഊട്ടി ഏതായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമൊക്കെ തന്നെയാണ്. ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളും കൂർഗിലുണ്ട്. ഒരുപാട് സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലം മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കൂർഗ്. പിന്നെ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇരട്ടി കയറിയിട്ട് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. പിന്നെ കണ്ടില്ല വെയില്, ആ ഒരു ഫോഗ് മാറിയതിനു ശേഷം ഒരു വെയിലടിച്ചേട്ടാ. അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഫുള്ള് വെയിലായിരിക്കും. അപ്പൊ ഞങ്ങൾ വിചാരിച്ച ഏതായാലും ഗ്ലാസ് ബ്രിഡ്ജ് ഒന്ന് ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തൊരു ചായ കുടിച്ചു വരാം. അപ്പാണ് ഞങ്ങളൊന്ന് കോഫി കുടിക്കുന്നത്. ഒരു രക്ഷയിൽ കോഫി എന്ന് പറഞ്ഞാൽ മാരക കോഫി ഇവിടെ. അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കോഫി പ്ലാന്റേഷൻ ഉള്ളത് കൊണ്ടായിരിക്കും ഡയറക്റ്റ് കോഫി എടുത്തിട്ട് ചെയ്യുന്നത് കൊണ്ട് അത്ര ടേസ്റ്റാണ് എനിക്ക് അറിയില്ല. ഞാൻ ഇവിടെ ചോദിക്കാനായിട്ട് ആരും ഇല്ല, അതാണ് മെയിൻ പ്രശ്നം. പിന്നെ രാവിലെ കോഫി കുടിച്ചിട്ട് തുറന്നു നോക്കുമ്പോഴേക്കും ഇവിടുത്തെ അവസ്ഥ. അത് ഇപ്പം സമയം എത്ര ഒരു 10 മണി അടുപ്പിച്ചായിട്ടുണ്ടാവും. ഇത് ഇപ്പൊ വീണ്ടും വെയിലായിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒരു മണ്ടത്തരം കാണിച്ചു. ഫുൾ വരുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് മൗണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ചിക്കൻ ഫോട്ടോക്കെ വാങ്ങിയിരുന്നു. ഹെൽമെറ്റില് മൗണ്ട് ചെയ്ത് ഇതേയൊക്കെ സെറ്റായി പോകുന്നു. പക്ഷെ ഒരു വീണ്ടും ഒരു മണ്ടത്തരം കാണിച്ച് എന്താന്ന് പറയും, ഗ്ലാസ് ബ്രിഡ്ജ് കാണിക്കാനായിട്ട് മോനെ പോകുന്ന റൂട്ടൊക്കെ അടിപൊളിയാണ്. ഒരു റോട്ടില് നമ്മൾ ഈ വളവില് പോലും ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് പോവാം. ഞാനിവിടെ വന്നിട്ട് അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. ഈ നാട്ടിൽ ആൾക്കാരുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. വീടുകളും കുറവാണ്. വീടാണോ കാര്യം ഊട്ടി സൈഡൊക്കെ നമ്മൾ പോവാണെങ്കിൽ റോഡ് സൈഡ് ആൾക്കാരുണ്ടാവും. അതായത് അവിടുത്തെ വർക്കേഴ്സ് എങ്ങനെ ഞാൻ അതും പറ്റില്ല. ഇവിടെ കാണുന്നതൊക്കെ ഒരു എസ്റ്റേറ്റ്, 2 പ്ലാന്റേഷൻ കണ്ടില്ലേ മല, ഒരു രക്ഷയില്ല. ശരിക്കും എനിക്ക് ഒരു ഫീല് നമ്മളെ നാട്ടില് കിട്ടിയത് എവിടെയെന്ന് അറിയാം, പത്തനംതിട്ട പോയപ്പോഴാണ്. തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ട പോകുന്ന റൂട്ട് എന്റെ മോനെ ഒരു രക്ഷയില്ലാട്ടാ. സോറി, തിരുവനന്തപുരം അല്ല, നെയ്യാറ്റിൻകരയിൽ നിന്ന് കയറി പത്തനംതിട്ട പോകുന്ന റൂട്ട് ഒരു രക്ഷയില്ലാട്ട. അപാര റൂട്ടായിരിക്കും ആ റൂട്ട്. ഞാൻ ഒരിക്കൽ മാത്രമേ പോയുള്ളൂ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ വന്നപ്പോഴും എനിക്ക് ഫസ്റ്റ് തോന്നിയൊരു ഫീൽ അതാണ്. ഇവിടെ നമ്മളവിടെ നിന്ന് പത്തനംതിട്ട പോകുമ്പോഴുള്ള ഈ കാറും പിന്നെ ഈ മലകളും കാണുമ്പം എനിക്ക് ശരിക്കും അതാണ് എനിക്ക് ഓർമ്മ വന്നത്. സെയിം അതുപോലെ തന്നെ ഉണ്ടൊക്കെ സൈഡ് വീടും കാര്യങ്ങളും. പിന്നെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കൂർഗിൽ കേട്ടാ. എനിക്ക് ഫസ്റ്റ് ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും എനിക്ക് ഫസ്റ്റ് തോന്നിയ ഒരു കാര്യം എന്തെന്നറിയോ, നമ്മൾ പെട്ടെന്ന് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിനുള്ളിൽ വന്നൊരു ഫീലാണ്. ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡും ബസ് സ്റ്റോപ്പുകളും പിന്നെ ഇവിടുത്തെ വീട്, ഹോട്ടല് എല്ലാം ഒരു കേരള തമിഴ്നാട് തനിമ മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയത് പോലെയാണ്. കേരള ബോർഡർ അടുത്തുള്ളത് കൊണ്ടോന്ന് എനിക്കറിയില്ല. മാക്സിമം അങ്ങനെ ആയിരിക്കും, കേരള ബോർഡർ അടുത്തായതുകൊണ്ടായിരിക്കും. പക്ഷെ എന്നാലും കൂർഗ് ഒരു കർണാടക സ്റ്റേറ്റിനകത്തുള്ളൊരു സ്ഥലം ആയതുകൊണ്ട് എന്നാൽ പോലും ഫുള്ളൊരു കേരള തനിമ ഫീൽ തന്നെ. ഈ ഒരു വെയിലുണ്ടെങ്കിൽ പോലും ഇവിടെ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടാ.
ഞങ്ങള് ഇറങ്ങാൻ പ്ലാൻ ചെയ്തതിന് 2 ദിവസം മുമ്പ് നല്ല മഴയായിരുന്നു, പൊരിഞ്ഞ മഴയായിരുന്നു ബാംഗ്ലൂരിൽ. ന്യൂസിലൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞെന്ന് തോന്നുന്നു. ഒരുപാട് മഴ, നല്ല മഴയായിരുന്നു. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് വരുന്ന നേരം ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾക്ക് മഴ കിട്ടുമെന്ന് പറഞ്ഞിട്ട് വന്നപ്പോഴാ ഫുൾ വെയില്. വെയിലെന്ന് പറഞ്ഞാൽ അപാര വെയില്, ചൂടിൽ പൊരിച്ചിട്ടാണ് ഇവിടെ വന്നത്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് കുറച്ച് സമാധാനമായിരുന്നു, നല്ല തണുപ്പ്. പക്ഷെ പ്രതീക്ഷ ഒരു തണുപ്പ് ഇവിടെ വന്നിട്ടില്ല ഇതുവരെ. നമ്മളെത്തും കോഫി, ബ്രിഡ്ജ് ഓഫ് കൂർക്ക്.